നമസ്കാരം. ഞണ്ടുകൾ വായുന്നിടം എന്നതാണല്ലോ തലക്കെട്ട്. അപ്പോൾ തലക്കെട്ടിൻ്റെ ഔചിത്യം ഒന്ന് വ്യക്തമാക്കാമോ? എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്? ഈ ഞണ്ടുകൾ എന്ന് പറയുന്ന ജീവിയെപ്പറ്റി ശരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണെന്നുള്ളത്. അത് ഒരിക്കലും ആരെയും മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഞണ്ടുകളുടെ ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് ഇറുക്കി ഒരിക്കലും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. ഈ എൻ്റെ നോവലിലെ മിക്ക കഥാപാത്രങ്ങളെടുത്താലും അതിലെ നമ്മൾ കുഞ്ഞാക്കോ എന്ന കഥാപാത്രമായാലും, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ സഹോദരങ്ങളിലായാലും, ഇനി അതിൻ്റെ പുറത്ത് വരുന്ന മറ്റ് അധ്യാപകരുടെ എടുത്താലും, അതുപോലെ മറ്റ് കഥാപാത്രങ്ങളിൽ ഉദയൻ എന്ന് പറയുന്ന കഥാപാത്രം എല്ലാം അവരുടെ ഉന്നമനത്തിലേക്ക് പോകുന്നതിന് തടസ്സം നിന്നതും അവരുടെ ജീവിതം തന്നെ ബ്ലോക്ക് ചെയ്തതും ഇതുപോലുള്ള കഥാപാത്രങ്ങളാണ്. അതുകൊണ്ടാണ് ആ ഞണ്ട്. അപ്പോൾ അതിൽ മൊത്തത്തിൽ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന ആ ലോകത്തെ മുഴുവൻ ആൾക്കാരും ഒരു ഞണ്ടുകളുടെ സ്വഭാവത്തിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് ആ പേര് തന്നെ ഇടാമെന്ന് കരുതിയത്. സാറിൻ്റെ പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങളിലെയും ശീർഷകത്തിലെ പേരുകളുടെ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നത് പല വൈവിധ്യമാർന്നാണല്ലോ കൊണ്ടുവരുന്നത്. അതായത് കഴിമരത്തിലെ കുമ്പസാരം അങ്ങനെ തുടങ്ങിയ. അപ്പോൾ അതൊക്കെ കൊണ്ടുവരാനുള്ളത് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതൊക്കെ കൊണ്ടുവരാനുള്ള സാറിൻ്റെ ആ ഒരു ഇത് എന്തുമാത്രമാണ് അത് കൊണ്ടുവരാൻ സാധിച്ചത്? അല്ലെങ്കിൽ അതിനുള്ള ആത്മബന്ധം, അതുമായിട്ട് വല്ല ആത്മബന്ധം ഉണ്ടോ എന്ന് ഒന്ന് പറയാം. അത് നിങ്ങൾക്ക് വായനക്കാർക്ക് തന്നെ അതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഓരോ ശീർഷകവും ആ പ്രത്യേക സംഭവങ്ങൾ അല്ലെങ്കിൽ ആ കഥ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനൊരു അനുയോജ്യമായിട്ടാണ്. ഇപ്പോൾ കഴിവുമരത്തിലെ കുമ്പസാരം ചോദിച്ച പോലെ യഥാർത്ഥത്തിൽ ആ മനുഷ്യന്, ആ കൊരച്ചന് തൂക്കിക്കയറ് കിട്ടാനായിട്ട് പ്രധാന കാരണം പ്രമുഖരായ വക്കീലന്മാർ പെട്ടിട്ട് പോലും പുള്ളിക്ക് ഒടുവിലുണ്ടായ ഒരു മാനസാന്തരമാണ്. കോടതിയിൽ പുള്ളി തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചു പോയതുകൊണ്ടാണ് ആ കൊലക്കുറ്റം തന്നെ മർഡർ, അതായത് തൂക്കി കഴിവുമരം വിധിച്ചത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ജീവപര്യന്തത്തിൽ വിധി തന്നെ വന്നേനെ. പിന്നീട് അത് മാറ്റിയെടുത്തു ആൾക്കാരുടെ ഇതുകൊണ്ട്. അങ്ങനെ ഓരോ കഥാപാത്രം. ഇപ്പോൾ വേറെ ഏതാ നാർസിസ്റ്റ് മണ്ഡൂകങ്ങൾ എന്ന് പറഞ്ഞാൽ ആ നാർസിസ്റ്റ് സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അത് ശരിക്കും മണ്ഡൂകങ്ങൾ എന്ന് പറഞ്ഞാൽ തവളകളാണ്. നാർസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നാർസിസ്റ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു തവളയുടെ സ്വഭാവമാണ്. കാരണം അവർ അവരുടെ ലോകത്ത് മാത്രമാണ് അവർ ജീവിക്കുന്നത്. തവളയെക്കുറിച്ച് പണ്ട് നമുക്ക് മുമ്പ് തന്നെ വിവേകാനന്ദൻ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, ഒരു തവള എടുത്ത് ചാടി എന്നൊക്കെ പറഞ്ഞ കഥ നിങ്ങൾക്കറിയാം. അപ്പോൾ തവളയുടെ ലോകം വളരെ ചുരുങ്ങിയതാണെന്ന് നമ്മളെ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ആ നാർസിസ്റ്റുകൾ അവരുടേതായ ലോകത്ത് മാത്രം, അവരുടെ സൗകര്യങ്ങൾ, അവർക്ക് ഒറ്റ ബുദ്ധി എന്നൊക്കെ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പറയും. അതുകൊണ്ടാണ് അങ്ങനെ ഓരോ ചാപ്റ്ററുകൾ നോക്കിയാൽ അത് വളരെ ആ സന്ദർഭവുമായിട്ട്, ആ സാഹചര്യവുമായിട്ട്, ആ കഥാപാത്രവുമായിട്ട് ഇഴുകി ചേർന്ന് കിടക്കുന്ന ടൈറ്റിലുകളാണ് കൊടുത്തത്. സാറ് മീനച്ചിലാറിൻ്റെ ഒരു തുരുത്ത് ഈ കഥയിലെ മെയിൻ ഒരു സ്ഥലമാണല്ലോ. ഈ സ്ഥലത്തെ പറ്റി അങ്ങേക്കുള്ള ആത്മബന്ധം അതാണോ ഈ തുരുത്തിനെ മെയിൻ ഒരു സ്ഥലമായിട്ട് ഈ നോവലിൽ അവതരിപ്പിക്കാനുള്ള കാരണം? എനിക്ക് നല്ല പരിചയമുണ്ട്. അതിനെന്താ നമ്മൾ പറയണ്ടേ? ഞാൻ അവിടെയാണ്. ശരിക്കും ഞാൻ അയ്മനംകാരനാണ്. അരുന്ധതി റോയുടെ അടുത്താണ് ഞങ്ങളുടെ വീടൊക്കെ, വീടും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാൻ അവിടെയുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് കൃത്യമായി ആ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളെല്ലാം നന്നായി അറിയാം. അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയും അവിടുത്തെ ചില കുടുംബങ്ങളിലെ സംഭവങ്ങളും ആൾക്കാരുടെ സ്വഭാവവും ഉണ്ട്. അങ്ങനെ അറിയാം. ഞാൻ ആ പ്രദേശത്തെ ആയിരുന്നു. ഇപ്പോൾ അവിടുന്ന് പോന്നു. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അത് തന്നെ എടുത്തത്. പിന്നെ നമ്മൾ എപ്പോഴും ഏത് നോവലുകളിലും ശരിയായ കറക്റ്റായിട്ട് എഴുതുന്നത്, നമ്മളൊരു വെറും 100% ഫിക്ഷസ് ആയിട്ട് എഴുതിയാൽ അത് അതിനൊരു ഇത് തോന്നത്തില്ലല്ലോ, വായനക്കാരന് കിട്ടത്തില്ല. ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ കണ്ട് അനുഭവിച്ചതുമായ കാര്യങ്ങൾ എഴുതുമ്പോഴാണ് വായനക്കാരനത് ശരിക്കും അതിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എത്രയൊക്കെ ആണെന്നാലും എല്ലാം ഇപ്പം MT വാസുദേവനാരെ എടുത്താലും നാലുകെട്ടായാലും, അല്ലെങ്കിൽ ഇപ്പം മയ്യഴിപ്പുഴയുടെ തീരത്ത് നമ്മുടെ M മുകുന്ദൻ്റെ ആണെങ്കിലും ഇത് അതുപോലെ തന്നെ ഇതെല്ലാം അനുഭവിച്ച കാര്യങ്ങളല്ലേ, റിയലിസ്റ്റിക്കാണ്. ഇപ്പം കേശവൻ്റെ കേശവൻ്റെ വിലാപം എഴുത്തുകാരൻ്റെ കോംപ്ലക്സിറ്റീസാണ് അത് ഫേസ് ചെയ്യുന്നത്. ഈ കഥയിൽ പലയിടത്തും കഥാപാത്രങ്ങളിൽ ഭീതി നിറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ബോധപൂർവം എഴുത്തിലേക്ക് വന്നതാണോ അതോ സാന്ദർഭികമായി വന്നതാണോ? ആ ഭീതി നിറഞ്ഞ ഒരു അന്തരീക്ഷമാണല്ലോ ആ തുരുത്തിൽ പൊതുവേ. കാരണം അവിടെ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടാണ്. വെള്ളപ്പൊക്കം എപ്പോഴും ഉണ്ടാവും.
ഈ കാലാവസ്ഥകൾ, നാച്ചുറൽ കലാമിറ്റീസ് അവരെ ഭയങ്കരമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പിന്നെ മനുഷ്യരിൽ അനാവശ്യമായ ഭീതികൾ അവർ വിളിച്ചു വരുത്തില്ലോ. അതിനകത്തൊരു പെരുമ്പാമ്പിൻ്റെ കാണിക്കുന്നുണ്ട്. പെരുമ്പാമ്പ് ശരിക്കും ഒരു മെറ്റഫറാണ്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ രൂപകമാണ്. അതായത് ആക്ച്വലി ആൾക്കാർക്ക് ഈ വെള്ളപ്പൊക്കത്തെ സമയത്ത് ഇങ്ങനെ പാമ്പിനെയും മറ്റിനും ഭയമുണ്ട്. അപ്പം ഈ മനുഷ്യർക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മൾ ഈ വഴിയെ പോകുന്ന വയ്യാവലി എടുത്ത് വെക്കുക എന്നൊരു പരിപാടിയുണ്ട്, തോട്ടിയിട്ട് പിടിക്കുക എന്നൊരു. അപ്പം നമ്മൾ ഒരു ഭയത്തെ വിളിച്ചു വരുത്തുകയായിരുന്നു അവിടെ ചെയ്തത്. ആക്ച്വലി ഈ പെരുമ്പാമ്പിനെ കണ്ടു, അതിനെ കൊന്നു കളഞ്ഞാൽ പ്രശ്നം തീർന്നില്ല, അതിനെ ഒഴിവാക്കാം, ചെയ്യാതെ അതിനെ കൊണ്ടുപോയിട്ട് വളർത്തി. അപ്പോൾ ഈ പാമ്പ് മറ്റുള്ള ക്ഷുദ്രജീവികളുടെ ആക്രമണം ഭയമുണ്ട്. പോരാത്തതിന് നമ്മളായിട്ട് പിന്നെ ഓരോ പ്രശ്നങ്ങളെ നമ്മളങ്ങ് വലിച്ചു കയറ്റി വെക്കുക, ഒരു കാര്യമില്ലാതെ ഇതിനെ കൊണ്ടുപോയിട്ട് വളർത്തുന്നു. വളർത്തി കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ സംഭവിച്ചത്? കാണാതെ കാണാതെ പോയി കഴിഞ്ഞാൽ എന്താണ് പിന്നെ അത് എവിടെയെങ്കിലും വരുമെന്ന പേടി. അതായത് മനുഷ്യരിൽ തന്നെ ഇൻവിസിബിൾ ഫിയർ ഉണ്ട്. നമുക്ക് കാണാനോ നമുക്ക് അറിയാൻ മേലാത്തൊരു ഇൻടാഞ്ചിബിൾ ആസ്പെക്റ്റ് എന്ന് പറയും നമ്മൾ ആ ഫിയറിനെ. നമുക്കറിയാൻ മേലാത്ത എന്തോ നമ്മളെപ്പോഴും ഇങ്ങനെ ഭയത്തിൽ കൊണ്ടുനടക്കും, പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതാണ് ആ പെരുമ്പാമ്പിനെ കാണാതെ പോയപ്പോഴത്തേക്കും ആൾക്കാരിലുള്ളത്. ഇതെവിടെ എന്തെങ്കിലും വരും, എവിടെയെങ്കിലും ഇതൊരു ഭീകരമായിട്ട് വരും. അപ്പോൾ ആ ഒരു ഇൻവിസിബിൾ ഫിയറിൻ്റെ മെറ്റഫറാണ്. ഇൻവിസിബിൾ ഫിയറും വിസിബിൾ ഫിയറും ഇത് രണ്ടും അത് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ആശയങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ പെരുമ്പാമ്പിൻ്റെ എന്ന മെറ്റഫർ ഉപയോഗിച്ചത്. അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിപ്പോൾ റെക്കോർഡ് നമുക്ക് വേറെ ഒന്നുകൂടെ എടുക്കാമല്ലോ, ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കണോ എല്ലാം? മതിയില്ല. പിന്നെ നമ്മൾ ജിമ്മ് എന്ന് പറയുന്ന, നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമായിരിക്കും, ജിമ്മെന്ന് പറഞ്ഞൊരു നായയെ ഞാൻ ഇന്നത്തെ ഒരു മെറ്റഫറായിട്ട് യൂസ് ചെയ്തിരിക്കും. ജിമ്മെന്ന് പറഞ്ഞ നായയെ കണ്ടില്ലായിരുന്നു, ഓർമ്മയില്ല? ആ ജിമ്മെന്ന് പറഞ്ഞ നായ അതിനെ എപ്പോഴും എല്ലാവരും കടിക്കും, അത് കേട്ടില്ല. അപ്പം പക്ഷേ അത് യജമാനോട് ഭയങ്കര ലോയലാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ ഹ്യൂമൻ പാരഡോക്സ് ആണ്. അതായത് ഹ്യൂമൻ പാരഡോക്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ വൈവിധ്യങ്ങൾ നിറഞ്ഞ സ്വഭാവമുള്ളവരാണ്. ഉദാഹരണത്തിന് ചിലർ ഈസ് വെരി ഗുഡ് ടു ദ പബ്ലിക്, പൊതുജനത്തിൻ്റെ മുന്നിൽ നല്ലതായിരിക്കും, പക്ഷേ ഈ പേഴ്സണലി വീട്ടിനുള്ളിൽ വളരെ മോശക്കാരനായിരിക്കും. അയാളുടെ പെരുമാറ്റവും ഒരു ദാക്ഷിണ്യവും ഇല്ല, കുടുംബത്തെപ്പറ്റി കെയർ ചെയ്തില്ല, അങ്ങനത്തെ സ്വഭാവം. ചിലർ കുടുംബത്തിൽ നല്ല ആളായിരിക്കും, പബ്ലിക്കായിട്ട് യാതൊരു. അപ്പോൾ അങ്ങനെ കോൺട്രഡിക്ടറി അല്ല, അതാണ് ഹ്യൂമൻ പാരഡോക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജിമ്മ് എന്തുകൊണ്ട് അതിനൊരു മെറ്റഫറായി എന്ന് ചോദിച്ചാൽ, ഈ ജിമ്മിനൊരു രണ്ട് സ്വഭാവമുണ്ട്. ജിമ്മിനെ ഞാൻ പ്രതികരിച്ച്, ഒന്ന്, ഹീ ഈസ് വെരി ലോയൽ ടു ഹിസ് മാസ്റ്റർ. അതായത് വീട്ടിലുള്ളവരെ ആരും കടിക്കില്ല, കൃത്യമായി സംരക്ഷണം നടത്തും. പക്ഷേ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ അവൻ കടിക്കും, ഭയങ്കര പേടിയാണ്. ഈ ക്രിയേറ്റഡ് ഭയങ്കര ഒരു ഫിയർ ആ ഗ്രാമത്തിൽ ജനിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതൊരു കോൺട്രഡിക്ടറി ക്യാരക്ടറാണ്. അതുപോലെ തന്നെയാണ് ഈ ജിമ്മിൻ്റെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ, ആ കുടുംബത്തിനുള്ളിൽ തന്നെ പാരഡോക്സ് ഉണ്ട്, ഈ വൈവിധ്യങ്ങൾ നിറഞ്ഞ കഥാപാത്രമാണ്. അതായത് ഒരാൾ ജിമ്മിനെ തല്ലിക്കൊല്ലുന്നു, പ്രശ്നം പിടിച്ച്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്, ഒരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നത്തെ നമ്മൾ സോൾവ് ചെയ്ത് നമ്മളോടൊപ്പം കൊണ്ടുപോകുന്നതിന് പകരം ആ പ്രശ്നത്തെ നമ്മൾ കൊന്നില്ലായ്മ ചെയ്യുക ചെയ്തത് അവിടെ, ഇല്ലേ? ഇതൊരു വേറെ എൻ്റെ മനസ്സിലപ്പോൾ വന്നതെന്ന് വെച്ചാൽ ഈ വേറൊരു ഫിലോസഫിയാണ്. അത് രണ്ട് ഫിലോസഫികളുണ്ട് ഈ എസ്പെഷ്യലി ഞങ്ങളെ മാർക്കറ്റിംഗ് ഫീൽഡിൽ. അതായത് ഒന്ന്, ഇഫ് ദ കുക്കു ഈസ് നോട്ട് സിംഗിങ്, കിൽ ദ കുക്കു, ടേൺ അനദർ കുക്കു ടു സിംഗ് എന്നാണ് പറയുന്നത്. ചൈനീസ് ഫിലോസഫി അനുസരിച്ച്, അതായത് ഈ കുക്കു പാടുന്നില്ല എങ്കിൽ ആ കുക്കുവിനെ കൊന്നു കളഞ്ഞിട്ട് വേറെ കുക്കുവിന് അവസരം കൊടുക്കുക പാടാൻ. പിന്നെ ജപ്പാനീസ് ഫിലോസഫി ഡിഫറെൻ്റ് ആണ്. ഇഫ് ദ കുക്കു ഈസ് നോട്ട് സിംഗിങ്, മേക്ക് ദ കുക്കു ടു സിംഗ്. അതാണ്, ആ കുക്കു പാടുന്നില്ല എങ്കിൽ അതിനെ പാടിക്കുക. അതാണ്. അപ്പോൾ രണ്ടും കോൺട്രഡിക്ടറിയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുപോലെയാണ്, അതാണ് ഇവിടെ ജിമ്മിനെ ഇല്ലായ്മ ചെയ്യുകയാണ് അവിടെ ചെയ്തത്. അവിടെ ചൈനീസ് ഫിലോസഫി അപ്ലൈ ചെയ്ത്. അമ്മിണി എന്ന കഥാപാത്രം ഇറങ്ങി വരുമ്പോൾ ഇതിനെ കുഴിച്ചിടുമ്പോൾ പറയുന്നില്ലേ, എനിക്കൂടെ ഒരു കുഴി എടുത്തത്, എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. അതായത് ബിക്കോസ് ഷീ വാസ് ഡെസ്പറേറ്റ്ലി വെയിറ്റിംഗ് ഫോർ ഹെയർ ടു എൻ്റർ ഹെയർ കരിയർ ഓർ ലൈഫ്. വീട്ടിൽ നിൽക്കുന്ന പഴയ കാലത്ത് പെണ്ണുങ്ങൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ഇല്ലേ? അപ്പോൾ അവർ പറയുകയാണ്, ഇതെൻ്റെ അവസ്ഥയാണ് കേട്ടോ, എനിക്കൊരു കുഴി എടുത്തു, എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ. അപ്പോൾ മൂന്നാമത് പക്ഷേ കൊച്ചുവർഗി എന്ന കഥാപാത്രം അവിടെ ചെയ്തത് എന്താണ്, അവനതിനെ ഒരു പൂവൊക്കെ, ശക്തിപ്പൂവൊക്കെ വെച്ച് അവനെ ഹോണർ ചെയ്യുകയാണ്, ബിക്കോസ് ഈസ് വെരി ലോയൽ ടു ദ മാസ്റ്റർ. അപ്പോൾ അവിടെ തന്നെ ആ കുടുംബത്തിനെ കണ്ടില്ലേ, ആ പാരഡോക്സിക്കൽ നേച്ചറാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ജിമ്മ. പിന്നെ അതുപോലെ ഒത്തിരി ഉണ്ട് കേട്ടോ. നിങ്ങൾ പിന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മുന്നിൽ ഒരു ഉടുമ്പിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ലിസാർഡ് ഇരിക്കുന്ന പോലെ, വിഗ് ലിസാർഡ് ഇരിക്കുന്നു പറയുന്നത് വെച്ചാൽ അത് ദാറ്റ് ഷോസ് എന്താണ്, നമുക്ക് ഒരു ഇംപെൻഡിങ് ഡേഞ്ചർ, അതായത് വരാനിരിക്കുന്ന അപകടത്തെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നതൊക്കെ.